എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, റഷ്യയിൽ പുതിയ വേക്കൻസികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബ്രോ ഇൻഫോം ചെയ്യാമോ, എന്നെ അറിയിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ പലരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഡയറക്റ്റ് കോൾ വിളിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ്. അപ്പോൾ റഷ്യയിൽ വന്നിട്ടുള്ള പുതിയ വേക്കൻസികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയുടെ നിങ്ങളായിട്ട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, എൻ്റെ പേര് ഇജാസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന പോകുന്നത് റഷ്യയിൽ വന്നിട്ടുള്ള പുതിയ ജോബ് വേക്കൻസികളെ കുറിച്ചാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റഷ്യയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് നമുക്ക് കുറച്ച് സ്കിൽഡ് കാറ്റഗറിയിലേക്കാണ് ജോബ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേണ്ടത് അപ്ഹോൾസ്റ്റേഴ്സ് ആണ്. ഒരു 3 പേരാണ് ഈ ഒരു ജോബിലേക്ക് ഹയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമുക്ക് വന്നിട്ടുള്ളത് സ്ലാഗറാണ്. സ്ലാഗർ ഒരാളെയാണ് വേണ്ടത്. പിന്നെ വന്നിട്ടുള്ളത് കാർപ്പൻ്ററാണ്. ഒരു 14 പേരാണ് കാർപ്പൻ്റർ വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നത്. ഡയറക്റ്റ് കമ്പനിയാണ് ഹയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വന്നിട്ടുള്ളത്, നമുക്ക് ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ജോബ് വേക്കൻസികൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ വേക്കൻസികളാണ്. അപ്പോൾ അത് നമുക്ക് 3 ഇയർ വർക്ക് കോൺട്രാക്റ്റ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മേഖലകളും, കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ വർക്ക് അറിയുന്നവർക്കും കൺസ്ട്രക്ഷനിൽ വേക്കൻസികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഹെൽപ്പേഴ്സിന് വേക്കൻസി ഉണ്ട്. കൺസ്ട്രക്ഷനിൽ ജോലി ഒന്നും അറിയാതെ ഉള്ള ഹെൽപ്പറായിട്ട്, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഹെൽപ്പറായിട്ടുള്ള വേക്കൻസികളുണ്ട്. അപ്പോൾ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. കാരണം ശരി, നമുക്ക് തന്നെ ഫസ്റ്റ് റഷ്യയിൽ വന്നാൽ ഏറ്റവും വലിയൊരു സാലറി ഒന്നും ഒരിക്കലും കിട്ടത്തില്ല. ഇതിൽ ഇവിടെ പണി അറിയുന്ന ആളുകളാണെങ്കിലും പണി അറിയാത്ത ആളുകളാണെങ്കിലും അവർക്ക് സ്റ്റാർട്ടിങ് സാലറി വരുന്നത് 3000 റൂബിളാണ്. 3000 റൂബിൾ. ഇന്ത്യൻ INR ഓൾമോസ്റ്റ് ഇപ്പം റൂബിളിന്റെ റേറ്റ് കൂടുതലാണ്. INR ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3500 ആ റേഞ്ചിലൊക്കെ നമുക്ക് കാൽക്കുലേറ്റ്, ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ 3000 ആണ് പെർ ഡേ സാലറി വരുന്നത്. 3500 ആ റേഞ്ചിൽ INR നമുക്ക് കിട്ടും. പിന്നെ പ്ലസ് പെർ ഡേ ആണെന്ന് പറയാം. പിന്നെ പ്ലസ് അക്കോമഡേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 നേരത്തെ ഫുഡും അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം വർക്ക് ഉണ്ടാവും. നല്ല ഹാർഡ് വർക്ക് ആയിരിക്കും. നല്ല ഹാർഡ് വർക്ക് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ജോബിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് നമുക്ക് ഇത് പറ്റില്ല അങ്ങനെയൊന്നും ഇല്ല. കാരണം നല്ല ഹാർഡ് വർക്ക് ആയിരിക്കും. നിങ്ങൾക്ക് ഓക്കെ ആണെന്നെങ്കിൽ മാത്രം നിങ്ങൾ വരിക. കാരണം അതിനനുസരിച്ചുള്ള ഒരു ശമ്പളം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 3000 വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 90,000 രൂപ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒക്കുപ്പേഷനിലേക്കാണ് ആളുകളെ ഇപ്പം ഇവിടെ വേണ്ടത്. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് 14 കാർപ്പൻ്റർ, ഒരു സ്ലാഗർ, പിന്നെ ഹോൾസ്റ്റേഴ്സ് ആണ് വേണ്ടത്. അത് 3 പേരാണ് വേണ്ടത്. അപ്പം പിന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുമാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് തന്നെ വേണം. ഒരു മോസ്കോ റീജിയണിലേക്ക് തന്നെ ഒരു 80ഓളം വേക്കൻസികൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റു റീജിയണിലേക്കും വലിയ വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഒരു 35ഓളം വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പം അത് ഇതേപോലെ തന്നെയാണ്. നമുക്ക് 2 നേരം ഫുഡ് ഉണ്ടാവും. പിന്നെ അക്കോമഡേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വേക്കൻസികളാണ് ഇപ്പം കറന്റ് വന്നിട്ടുള്ളത്. അപ്പം ഒരുപാട് പേര് എന്നോട് ചോദിച്ചു പുതിയ ജോബ് വേക്കൻസി. കാരണം നമുക്ക് കയ്യിൽ അറിയാത്ത കാര്യങ്ങൾ നമുക്കത് കിട്ടാതെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പാടില്ലല്ലോ. നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വേക്കൻസികൾ ഇപ്പം റഷ്യയിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ കമ്പനിയായിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ കമ്പനിയായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാം. കമ്പനിയായിട്ട് നിങ്ങൾക്ക് കോൺട്രാക്റ്റും ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ തരിക. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് 3 ഇയർ വിസയിൽ തന്നെ നിങ്ങൾക്ക് കയറി വരാം. ഒറ്റ തവണ തന്നെ 3 വർഷത്തേക്ക് വിസ അടിച്ച് കിട്ടുന്ന വിസകളുണ്ട്. ഇതിൽ കൺസ്ട്രക്ഷനൊക്കെ ആണെങ്കിൽ 3 വർഷത്തേക്ക് വൺ ടൈം തന്നെ നിങ്ങൾക്ക് 3 വർഷത്തേക്ക് അടിച്ച് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം, മെയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്നെ ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചു. കാരണം പുതിയ ജോബ് വേക്കൻസികളൊക്കെ ആയിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെ കോൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ദയവ് ചെയ്ത് മെസ്സേജ് അയക്കരുത്. കാരണം മെസ്സേജ് കാണാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടുന്നില്ല. കാരണം ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടക്കുന്ന കാരണം മെസ്സേജുകൾ ഞങ്ങൾക്ക് അങ്ങനെ, കാരണം നിങ്ങൾക്ക് ഞാൻ മെസ്സേജിൽ ഒരു റീപ്ലൈ തന്നാൽ വീണ്ടും നിങ്ങൾക്ക് ഡൗട്ട് വരും. പിന്നെ വീണ്ടും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട്സ് കാര്യങ്ങൾ വന്നുകൊണ്ടും ഇരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോൾ ചെയ്താൽ മതി. ഒറ്റ തവണ കോൾ ചെയ്താൽ മതി. നിങ്ങളുടെ ഡൗട്ട്സ് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യുന്നതായിരുന്നു. എല്ലാവർക്കും എപ്പോഴും വേണമെങ്കിൽ വിളിക്കാം. ഞാൻ എന്തായാലും ഫോൺ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് കോൾ ചെയ്യാം. ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.